ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ക്രിസ്തുമസിന് സമാധാനവും ഐക്യവും കെട്ടിപ്പടുക്കുക എന്ന് ലിയോ 14 പാപ്പ. കുട്ടികളോടാണ് ലിയോ 14 പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത്. 11ാമത് ക്രിസ്തുമസ് സംഗീത പരിപാടിയായ ഇൻകാൻഡോയുടെ ഭാഗമായി കാസിൽ ഗാൻഡോൾഫയിലെ പൊന്തിഫിക്കൽ പോൾ 6 സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ക്രിസ്തുമസ് പരിപാടിക്കിടെയാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. Angeli che portano l'amore. E siete voi che avete portato l'amore a tutti noi questa sera con questa bellissima musica. കൂടാതെ ലിയോ 14 പാപ്പ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ചെയ്തു. ക്രിസ്തുമസിൽ സ്നേഹത്തിന്റെ സമ്മാനം ആസ്വദിക്കാൻ എല്ലാവരോടും ആശയവിനിമയം നടത്താൻ പാപ്പ കുട്ടികളോട് ആഹ്വാനം ചെയ്തു. യഥാർത്ഥ സമ്പത്ത് അളക്കുന്നത് ഒരാൾക്ക് ലഭിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ഒരാൾക്കുള്ളിലും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും സൃഷ്ടിക്കാൻ കഴിയുന്ന സമാധാനത്തിലൂടെയാണെന്ന് അടിവരയിടുന്നതിനുമുള്ള ഒരു അവസരമായിരുന്നു സ്കൂൾ കുട്ടികളുടെ ഈ ക്രിസ്തുമസ് പരിപാടി. കുട്ടികൾ ക്രിസ്തുമസ് കരോൾ നടത്തുകയും ചെയ്തു. അൽബാനോയിലെ ബിഷപ്പ് മോൺസിഞ്ഞോർ വിൻസെൻസോ വീവെ, അപ്പസ്തോലിക സിംഹാസനത്തിന്റെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ ഗിയാർഡിനോ പിച്ചിനോട്ടി, മാതാപിതാക്കൾ, അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോംകോയിലെ സംഘർഷം ആശങ്ക പ്രകടിപ്പിച്ച് ലിയോ 14 പാപ്പ. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംകോയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതിലാണ് ലിയോ 14 പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചത്. അക്രമം ഉടനടി അവസാനിപ്പിക്കണമെന്നും നിലവിലുള്ള സമാധാന ശ്രമങ്ങൾക്കൊപ്പം സംഭാഷണത്തിലേക്ക് മടങ്ങണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. Il Vangelo di oggi ci fa visitare in carcere Giovanni il Battista, che si trova prigioniero a motivo della sua predicazione. Ciò nonostante, egli non perde la speranza, diventando per noi segno che la profezia, anche se in catene, resta una voce libera in cerca di verità e di giustizia. Dal carcere, infatti, Giovanni il Battista sente parlare delle opere del Cristo, che sono diverse da quelle che lui si aspettava. È proprio lui il Messia, cioè il Salvatore promesso da Dio per bocca dei profeti? La risposta di Gesù porta lo sguardo su coloro che lui ha amato e servito. Sono loro, gli ultimi, i poveri, i malati, a parlare per lui. Quando incontra Gesù, la vita, priva di luce, di parola e di gusto, ritrova senso. I ciechi vedono, i muti parlano, i sordi odono. L'immagine di Dio, deturpata dalla lebbra, riacquista integrità e salute. Persino i morti, del tutto insensibili, tornano alla vita. Questo è il Vangelo di Gesù, la buona notizia annunciata dai poveri. Quando Dio viene nel mondo, si vede. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ തീർത്ഥാടകരോടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോംകോയുടെ കിഴക്കൻ ഭാഗത്ത് ആക്രമണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ആശങ്കയുയർത്തുന്നു. ജനങ്ങളോടുള്ള എൻ്റെ അടുപ്പം പ്രകടിപ്പിക്കുന്നതിനിടയിൽ സംഘർഷത്തിലുള്ള കക്ഷികൾ എല്ലാത്തരം ആക്രമണങ്ങളും അവസാനിപ്പിക്കാനും നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന പ്രക്രിയയെ മാനിച്ച് ക്രിയാത്മകമായ സംഭാഷണം തേടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. കോംകോയിലുള്ളവരും റുവാൻഡൻ നേതാക്കളും തമ്മിൽ സമാധാന കരാർ ഉണ്ടായിരുന്നിട്ടും ധാതുസമ്പന്നമായ കിഴക്കൻ മേഖലയിലെ M23 വിമത ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ രൂക്ഷമായതായ റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിലാണ് പാപ്പയുടെ അഭ്യർത്ഥന. Ieri a Jaén in Spagna sono stati beatificati
il sacerdote Emanuele Izquierdo e 58 compagni, insieme al sacerdote Antonio Montañez Chiquero e 64 compagni, uccisi in odio alla fede nella persecuzione religiosa degli anni 1936 a 38. E sempre ieri a Parigi sono stati beatificati Raymond Caillé, sacerdote, Gérard Martin Cendrier dell'Ordine dei Frati Minori, Roger Vallier, seminarista, Jean Mestre, laico, e 46 compagni, uccisi in odio alla fede negli anni 1944-45 durante l'occupazione nazista. Lodiamo il Signore per questi martiri, coraggiosi testimoni del Vangelo, perseguitati e uccisi per essere rimasti accanto alla propria gente e fedeli alla Chiesa. വോഗ് മാസികയുടെ മികച്ച വസ്ത്രധാരണ പട്ടികയിൽ ലിയോ 14 പാപ്പയും. ഏറ്റവും മികച്ച വസ്ത്രധാരണ പട്ടികയിലാണ് ലിയോ 14 പാപ്പയും ഉൾപ്പെട്ടത്. ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫാഷൻ പ്രസിദ്ധീകരണത്തിലൊന്നാണ് വോഗ് മാഗസിൻ. 2025 ഏറ്റവും മികച്ച വസ്ത്രധാരണം ചെയ്തവരും വളരെയധികം സുന്ദരന്മാരുമായ 55 ആളുകളിൽ ഒരാളായി ലിയോ 14 പാപ്പനെയും തെരഞ്ഞെടുത്തു. 1892 സ്ഥാപിതമായ വോഗ് എന്ന അമേരിക്കൻ മാഗസിന്റെ വാർഷിക റാങ്കിങ്ങിലാണ് ലിയോ 14 പാപ്പ ഉൾപ്പെടുന്നത്. ആരാധനാ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ ലിയോ 14 പാപ്പ പേപ്പൽ പാരമ്പര്യം നിലനിർത്തിയിട്ടുണ്ടെന്ന് വോഗ് മാഗസിൻ എടുത്തു കാണിക്കുന്നു. സിഡ്നിയിലെ ഭീകരാക്രമണം ദുഃഖം രേഖപ്പെടുത്തി ലിയോ 14 പാപ്പ. സിഡ്നിയിൽ നിരവധി പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ ഇരകൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും സാമീപ്യവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചും പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്തുമാണ് ലിയോ 14 പാപ്പ സന്ദേശം അയച്ചത്. മാർപ്പാപ്പയുടെ പേരിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനാണ് സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറിന് ടെലിഗ്രാം സന്ദേശം അയച്ചത്. സംഭവത്തെ അവിവേകപരമായ അക്രമ പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ച പാപ്പ അക്രമത്തിനുള്ള പ്രലോഭനം നേരിടുന്നവർ മനപരിവർത്തനത്തിലൂടെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും മാർഗത്തിലേക്ക് മടങ്ങട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓസ്ട്രേലിയയിലെ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും സമാധാനവും പാപ്പ ആശംസിച്ചു. പരിക്കേറ്റവർ വേഗം സുഖമാകട്ടെ എന്ന് ആശംസിച്ച പാപ്പ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെക്കുറിച്ച് ദുഃഖിക്കുന്നവർക്ക് സ്വാന്തനം നേരുകയും മരണമടഞ്ഞവരെ പിതാവായി ദൈവത്തിന്റെ കരുണയ്ക്ക് സമർപ്പിക്കുന്നതായും കുറിച്ചു. ഡിസംബർ 14 ഞായറാഴ്ച വൈകുന്നേരം യഹൂദ സമൂഹത്തിന്റെ ഹനൂക്ക ആഘോഷത്തിനായി ഒത്തുചേർന്ന ആളുകളുടെ ഇടയിലേക്ക് അക്രമികൾ നടത്തിയ ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 15 പേരുടെ ജീവനാണ് നഷ്ടമായത്. ലിയോ 14 മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്. ഡിസംബർ 15 രാവിലെ 10 മണിക്കാണ് വത്തിക്കാനിൽ സുപ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയത്. സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ പ്രൊക്യുറേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് എന്നിവരും സന്ദർശനത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് പുതുതായ 4 പ്രൊവിൻസുകളും ഗൾഫ് മേഖലയിൽ അപ്പസ്തോലിക വിസിറ്റേഷനും അനുവദിച്ചതിനും 12 രൂപതകളുടെ അതിർത്തി പുനഃക്രമീകരിക്കുന്നതിനുള്ള സിനഡ് തീരുമാനത്തിന് അംഗീകാരം നൽകുന്നതിനും പരിശുദ്ധ പിതാവിനോടുള്ള സഭയുടെ ഹൃദയപൂർവ്വമായ നന്ദി മേജർ ആർച്ച് ബിഷപ്പ് രേഖപ്പെടുത്തി. ഈ തീരുമാനങ്ങൾ ആഗോളതലത്തിൽ സീറോ മലബാർ സഭ വിശ്വാസികളുടെ ആത്മീയ പരിപാലനത്തിനും സഭയുടെ പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിനും വലിയ ശക്തിയും പ്രതീക്ഷയും നൽകുന്നതാണെന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവ് മാർപ്പാപ്പയെ അറിയിച്ചു.
സാർവത്രിക സഭയുടെ വിവിധ തലങ്ങളിലും മിഷണറി പ്രവർത്തനങ്ങളിലും സീറോ മലബാർ സഭ നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സംഭാവനകളെ എടുത്തു പറഞ്ഞ പരിശുദ്ധ പിതാവ് സീറോ മലബാർ സഭയോടുള്ള തന്റെ അടുപ്പവും കേരളത്തിൽ മുൻപ് നടത്തിയിട്ടുള്ള സന്ദർശനങ്ങളും അനുസ്മരിച്ചു. ഇതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിലവിലെ സാഹചര്യം അഭിവന്ദ്യ പിതാക്കന്മാർ പരിശുദ്ധ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനായി സ്വീകരിച്ചു വരുന്ന നടപടികളും സംഭാഷണത്തിന്റെയും സഹിഷ്ണുതയുടെയും വഴിയിലൂടെ ഐക്യം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളും മേജർ ആർച്ച് ബിഷപ്പും വിശദീകരിച്ചു. അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രവിച്ച പരിശുദ്ധ പിതാവ് കൂട്ടായ്മ ഉറപ്പാക്കുന്നതിനായി സ്വീകരിച്ചു വരുന്ന നടപടികളോട് അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും സമർപ്പിതരും പൂർണ്ണമായി സഹകരിക്കേണ്ടതിന്റെ ആവശ്യം തദവസരത്തിൽ എടുത്തു പറഞ്ഞു. സന്ദർശനത്തിന്റെ ഭാഗമായി മേജർ ആർച്ച് ബിഷപ്പും സിനഡ് സെക്രട്ടറിയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൾ ക്ലൗഡിയോ ഗുജറോത്തിയുമായും മറ്റ് ഏതാനും വത്തിക്കാൻ കാര്യാലയങ്ങളുടെ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി സഭാ സംബന്ധമായ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.